കൊച്ചിയിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ തോക്ക് ചൂണ്ടി വൻ കവർച്ച. കുണ്ടന്നൂരിലെ വ്യാപാരശാലയിൽ നിന്ന് കൊള്ളയടിച്ചത് 80 ലക്ഷം രൂപയാണ്. മുഖംമൂടി ധരിച്ചെത്തിയ 6 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. ഒരാൾ പോലീസിന്റെ പിടിയിലായി. ഉച്ചയ്ക്ക് 3:30യോടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്താണ് സംഭവിച്ചത്? ശ്യാം, ഉച്ചയ്ക്ക് 3:30 ഈ സംഭവം ഉണ്ടായത്. ഈ കുണ്ടന്നൂരിലെ മേൽപ്പാലത്തിന് സമീപം പ്രവർത്തിക്കുന്നത് അത്ര കണ്ട് തിരക്കേറിയ ഒരു റോഡാണ് ഈ കുണ്ടന്നൂർ മേൽപ്പാലം ഉൾപ്പെടുന്ന റോഡ്. ആ ഭാഗത്ത് തൊട്ടരികിലായിട്ട് ചേർന്നാണ് ഈ സ്ഥാപനം, നാഷണൽ സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ 1-2 പേർ വരുന്നു. അതിനുശേഷം മുഖംമൂടി ധരിച്ചെത്തിയ മറ്റു 3 പേർ വന്ന് ഈ 80 ലക്ഷം രൂപ കവർന്നെടുക്കുകയായിരുന്നു. തോക്ക് ചൂണ്ടിക്കൊണ്ട് കവർന്നെടുക്കുകയായിരുന്നു. വന്നവരുടെ കൈവശം വടിവാളുണ്ടായിരുന്നു. മുളക് സ്പ്രേ അടിച്ചതിന് ശേഷമാണ് ഈ 80 ലക്ഷം രൂപ കവർന്നെടുത്തതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളൊരു സംശയം കൂടി നിഴലിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിലെ 2 CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. തൊട്ടപ്പുറത്തെ കടകളുടെ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. നാഷണൽ സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന തോപ്പുംപടി സ്വദേശിയുടേതാണ് ഈ കമ്പനി. ഇവിടെ സാധാരണ രീതിയിൽ ഇത്രയധികം പണം ഉണ്ടാകാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ഈ പണം 80 ലക്ഷത്തോളം രൂപ ഇവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന വ്യക്തതയുള്ള ആൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പണം ഇരട്ടിപ്പിക്കൽ സംഘം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നിഴലിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നിലവിൽ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഉടനടി തന്നെ കൂടുതൽ ആൾക്കാർ കസ്റ്റഡിയിലാകുമെന്നാണ് സൂചന. ഈ കുണ്ടന്നൂർ മേൽപ്പാലത്തിന് സമീപം തന്നെയാണ്, റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ നാഷണൽ സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2-3 ദിവസമായിട്ട് ഇവിടെ ചിലരൊക്കെ വന്നു പോകുന്നുണ്ടെന്നാണ് കേട്ടറിവ്. അതായത് പലരും പറയുന്നത് ഇവിടെ നിരവധി തൊഴിലാളികൾ വരാറുണ്ട്. പക്ഷേ ഈ പണം കൃത്യമായിട്ട് 80 ലക്ഷത്തോളം രൂപ ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സംഘം തന്നെയാണ് ഇത്തരത്തിൽ തോക്ക് ചൂണ്ടി വന്ന് അത് കവർന്നെടുത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 6 അംഗ സംഘമാണ് ഇതിന് പിന്നിൽ. 5 അംഗ സംഘം ആദ്യഘട്ടത്തിൽ വന്ന് മുഖംമൂടി ധരിച്ച സംഘം, അതായത് അവരുടെ കയ്യിൽ വടിവാളുണ്ടായിരുന്നു. മുളക് സ്പ്രേ അടിച്ചതിന് ശേഷമാണ് അവിടെ ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന 80 ലക്ഷത്തോളം രൂപ കവർന്നെടുത്തത്. നിലവിൽ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥാപനത്തിൽ 2 CCTV ക്യാമറകളുണ്ട് ഫ്രണ്ട് വശത്ത്, അതായത് മുൻവശത്ത്. ആ 2 ക്യാമറകളും പ്രവർത്തനരഹിതമാണ്. അതിലും ഒരു ആസൂത്രിത നീക്കമുണ്ടോ എന്ന കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. പണമിരട്ടിപ്പിക്കൽ സംഘം പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നിഴലിക്കുന്ന സാഹചര്യത്തിലാണ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് നൽകുന്ന ഒരു സൂചന കൂടി നമുക്ക് പെട്ടെന്ന് അറിയേണ്ടതുണ്ട്. കാരണം രേഷ്മ പറയുന്നത് പ്രകാരം ഈ പണം ഇരട്ടിപ്പിക്കൽ സംഘം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ കൂടുതൽ വെളിപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെ ശ്യാം, കാരണം ഈ 80 ലക്ഷത്തോളം രൂപ ഇവിടെ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഉച്ചയ്ക്ക് 3:30 ഇവിടേക്ക് എത്തിച്ചേർന്നത്. അതും പട്ടാപ്പകൽ തന്നെയാണ് കൊച്ചി പോലൊരു നഗരത്തിൽ ഈ തോക്ക് ചൂണ്ടിക്കൊണ്ടുള്ള കവർച്ച നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായി ചിലരൊക്കെ ഇവിടെ വന്നു പോകുന്നുവെന്നാണ് അറിവ്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഒരാൾ കസ്റ്റഡിയിലായ സ്ഥിതിക്ക് അയാളെ കേന്ദ്രീകരിച്ച് ഈ സംഘത്തിലേക്ക് എത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ തൊട്ടപ്പുറത്തെ ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. മരട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് പിടിക്കപ്പെട്ട വ്യക്തി ഉള്ളത്. ശ്യാം, എന്തായാലും തോക്ക് ചൂണ്ടി കവർച്ചയിലും കേരളം നമ്പർ 1 കുതിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ രീതിയിൽ ഇരുത്തി ചിന്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.